ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ മെന്റൽ അബിലിറ്റിയിൽ നിന്ന് CUET UG 2023 വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ക്ലോക്ക് ഈസ് സെറ്റ് റൈറ്റ് അറ്റ് 5 AM. അപ്പോൾ ഒരു ക്ലോക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ എ ക്ലോക്ക് ഈസ് സെറ്റ് റൈറ്റ് അറ്റ് 5 AM. അപ്പോൾ 5 മണിക്ക് അല്ലെങ്കിൽ രാവിലെ 5 മണിക്ക് 5 AM ക്ലോക്ക് റൈറ്റ് ആയി വെച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട് വരല്. അത് ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഒന്നാമത്തെ ക്ലോക്ക് എന്ന് പറയുന്നത് ഗെയിനിങ് ടൈപ്പ് ഓഫ് ക്ലോക്ക് ആണ്. എന്താണ് ഗെയിനിങ് ടൈപ്പ് ഓഫ് ക്ലോക്ക് ആണ്. രണ്ടാമത്തേത് ലോസിംഗ് ടൈപ്പ് ഓഫ് ക്ലോക്ക് ആണ്. അപ്പോൾ ഈ ഗെയിനിങ് ടൈപ്പ് ഓഫ് ക്ലോക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് ഒരു നോർമൽ ക്ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗെയിനിങ് ടൈപ്പ് ഓഫ് ക്ലോക്ക് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നോർമൽ ക്ലോക്കിൽ നമുക്ക് എന്താണ് നമ്മൾ സാധാരണ നോക്കുന്ന സമയം, അതായത് ഇപ്പോൾ 24 മണിക്കൂർ കൂടുമ്പോഴും അവിടെയും 24 മണിക്കൂർ തന്നെയാണ് കൂടെ. നോർമൽ ക്ലോക്കിൽ യാതൊരു മാറ്റവും സംഭവിക്കില്ല. പക്ഷേ അവിടെ ഗെയിനിങ് ടൈപ്പിൽ എക്സാമ്പിൾ ആയിട്ട് ഇന്ന് 5 മണിക്ക് ഞാൻ രണ്ടും 5 മണി ആക്കിയിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, നോർമലിൽ പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് വന്ന് നോക്കിയാലും ഇവിടെ എന്തായിരിക്കും 5 മണി ആയിരിക്കും. പക്ഷെ ഗെയിനിങ്ങിൽ എന്തായിരിക്കും 5 സംതിങ്, 5:10 അല്ലെങ്കിൽ 5:15 അതിന്റെ ഗെയിനിങ്ങിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പൊ നോർമൽ ടൈമിനെക്കാളും ടൈം കൂടുതലാണ് തീർച്ചയായിട്ടും ഏതില് ഗെയിനിങ് ടൈപ്പ് ഓഫ് ക്ലോക്കിൽ. അതായത് ഇതിൽ 24 മണിക്കൂർ പാസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട് 24 മണിക്കൂറും അതുപോലെ തന്നെ ഒരു 15 മിനിറ്റ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു 15 മിനിറ്റും എക്സ്ട്രാ പാസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ നോർമൽ സമയത്തേക്കാൾ കൂടുതൽ അവിടെ ടൈം എന്ത് ചെയ്യുന്നുണ്ട് ഗെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് ലോസിംഗ് ടൈപ്പ് ഓഫ് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ടൈം എന്താവും ലോസ് ആവും. ഇവിടെ 24 മണിക്കൂർ ആകുമ്പോൾ അവിടെ അപ്പോഴും എന്തായിട്ടുണ്ടാവില്ല 24 മണിക്കൂർ തികഞ്ഞിട്ടുണ്ടാവില്ല, 23 സംതിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ചൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു ഗെയിനിങ് ടൈപ്പ് ആണോ ലോസിംഗ് ടൈപ്പ് ആണോ എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നോക്കാം. The clock lost 16 minutes in 24 hours. ഏത് ടൈപ്പ് ഓഫ് ക്ലോക്ക് ആണ്? ലോസിംഗ് ടൈപ്പ് ഓഫ് ക്ലോക്ക് ആണ്. ക്ലോക്ക് എന്ത് ചെയ്യുന്നുണ്ട് 24 മണിക്കൂറിൽ 16 മിനിറ്റ് ലോസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇന്നൊരു 10 മണി രാവിലെ ഞാൻ എന്ത് ചെയ്തു 2 ക്ലോക്ക് സെറ്റ് ആക്കി വെച്ചു. നോർമൽ ക്ലോക്ക് അതുപോലെ തന്നെ ഈ ഒരു ലോസിംഗ് ടൈപ്പ് ഓഫ് ക്ലോക്ക്. അപ്പൊ നാളെ 10 മണിക്ക് ഞാൻ എന്ത് ചെയ്യാണ് ജസ്റ്റ് വന്നിട്ട് നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നോർമൽ ക്ലോക്കിൽ എത്ര തന്നെയായിരിക്കും സമയം? 10 മണി തന്നെ ആയിരിക്കും. പക്ഷേ ലോസിംഗ് ക്ലോക്കിൽ എത്രയായിരിക്കും? ഇവിടെ പറഞ്ഞിട്ടുണ്ട് 24 മണിക്കൂറിൽ 16 മിനിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് അതിന് ലോസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് 9:44 ആയിരിക്കും അവിടുത്തെ അപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ലോസിംഗ് ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 24 മണിക്കൂറിൽ 16 മിനിറ്റ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത് ലോസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കാം. വാട്ട് വിൽ ബി ദ റൈറ്റ് ടൈം വെൻ ദ ക്ലോക്ക് ഇൻഡിക്കേറ്റ് 10 PM ഓൺ ദ 4th ഡേ. അതായത് ഈ ഒരു ലോസിംഗ് ടൈപ്പ് ഓഫ് ക്ലോക്ക്, റൈറ്റ് ക്ലോക്ക് അല്ല, ലോസിംഗ് ടൈപ്പ് ഓഫ് ക്ലോക്ക് എന്ത് ചെയ്യാണ് 4-ാം ദിവസം 10 മണി എന്നുള്ള സമയം കാണിക്കാണ്. അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള സമയം, അതായത് റൈറ്റ് ക്ലോക്കിലെ നമ്മുടെ നോർമൽ ക്ലോക്കിലെ സമയം ശരിക്കും ആ ഒരു ടൈമിൽ എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ജസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ കൺസെപ്റ്റ് വളരെ കൃത്യമായിരിക്കണം. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് നമുക്കറിയാം നോർമൽ ക്ലോക്കിലെ ഹവറിനെ ഞാൻ N എന്നാണ് വിളിക്കുന്നത്. നോർമൽ ക്ലോക്കിലെ ഹവറിനെ ഞാൻ N എന്നാണ് വിളിക്കുന്നത്. അപ്പോ നോർമൽ ക്ലോക്കിലെ ഹവറിനെ ഞാൻ N എന്നാണ് വിളിക്കുന്നത്, നോർമൽ എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ലോസിംഗ് ടൈപ്പ് ഓഫ് ക്ലോക്കിലെ ഹവറിനെ ഞാൻ L എന്നാണ്, ലോസിംഗ് ടൈപ്പിന്റെ ക്ലോക്ക് ആണ് എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 24 hour ഓഫ് നോർമൽ, അതായത് N എന്ന് ഞാൻ കൊടുക്കുകയാണ്, ഈസ് ഈക്വൽ ടു അവിടെ എത്ര വരുന്നുള്ളൂ, അവിടെ 24 ഹവറിൽ എത്ര ലോസ് ആവുന്നുണ്ട് 16 മിനിറ്റ് ലോസ് ആവുന്നുണ്ട്. അപ്പൊ അത് കുറച്ചിട്ട് ബാക്കി ചെയ്താൽ ദാറ്റ് മീൻസ് 23/44/60 ലോസ്. ഓക്കെ ആണല്ലോ, ലോസ് ഹവർ ആണ് എല്ലാം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോർമൽ ക്ലോക്കിൽ 24 ഹവർ കംപ്ലീറ്റ് ചെയ്താലും മറ്റോടത്ത് എത്ര ആയിട്ടുണ്ടാവുള്ളൂ 23 ഹവറും 44 മിനിറ്റും ആയിട്ടുണ്ടാവുള്ളൂ. അവിടെ എത്ര മിനിറ്റ് ലോസ് ആവുന്നുണ്ട് 16 മിനിറ്റ് ലോസ് ആവുന്നുണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണ് കട്ട് ചെയ്യാണ്. രണ്ടിനെ എനിക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. അങ്ങനെയാണെങ്കിൽ 44 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 വന്നു. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 15 വരും അല്ലേ. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായി കണ്ടെത്തുന്നത്, ഇപ്പോ നമ്മൾ 5 മണിക്ക് ഇന്നത്തെ ദിവസം 5 മണിക്ക് രാവിലെ 5 മണിക്ക് എന്ത് ചെയ്തു ക്ലോക്ക് 2 ക്ലോക്കും സെറ്റ് ആക്കി വെച്ചു. ഇനി
10 PM 4-ാം ദിവസം 10 PM എന്ന് പറയുമ്പോൾ ആ ഒരു ടൈമിലേക്ക് എത്ര ഹവർ വരുന്നുണ്ടെന്ന്. അപ്പൊ നമ്മൾ നോർമൽ ക്ലോക്കിലെ ഹവർ ആണോ കൺസിഡർ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അല്ല. നമ്മളിവിടെ പറയുന്നത് ലോസിംഗ് ടൈപ്പ് ഓഫ് ക്ലോക്കിലാണ്. നോർമൽ ടൈമിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടെത്താനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു 10 PM വരെ ഏകദേശം എത്ര ഹവർ ഉണ്ട് എന്നുള്ളത് നോക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ഇയറിലെ 5 മണി വരെ ഓൾമോസ്റ്റ് എത്ര ഹവർ ഉണ്ടാവും? 24 ഹവർ ഉണ്ടാവും. 5 മണി മോർണിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി 2-ാം ഡേ നോക്കുമ്പോൾ അവിടെ 24, 3-ാം ഡേ നോക്കുമ്പോൾ അവിടെ 24, 4-ാമത്തെ ഡേ എന്ത് ചെയ്യുന്നില്ല? ഫുള്ളായിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. 4-ാമത്തെ ഡേയില് 10 PM വരെ മതി. അപ്പൊ 5 AM മുതൽ 10 PM വരെ, 5 AM മുതൽ 5 PM വരെ 12 മണിക്കൂറാണ്. അതിലേക്ക് വീണ്ടും ഒരു 5 മണിക്കൂർ ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 17 മണിക്കൂർ എന്ത് ചെയ്യാണ്? 4-ാമത്തെ ഡേ വരെ അല്ലെങ്കിൽ ഈ ഒരു 10 PM വരെ ഞാൻ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് 4, 8, 12, 19 വന്നു. ഇവിടെ ഒരു 1 കൂടി ആഡ് വന്നു. 2, 4, 6, 8. 89 ഹവേഴ്സ് ഏത് ക്ലോക്കിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്? ലോസിംഗ് ടൈപ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ 89 ഹവേഴ്സ് കഴിഞ്ഞു പോയ സെയിം ടൈം കൊണ്ട് നമ്മുടെ നോർമൽ ക്ലോക്കിൽ എത്ര ഹവർ കഴിഞ്ഞു പോയി എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ കൺസിഡർ ചെയ്യണം. അതിന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ജസ്റ്റ് നേരെ തിരിച്ച് ചെയ്താണ്. എങ്ങനെ? 23 11/15 ഈസ് 11/15 L is equal to 24N. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 23 11/15 നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും? അതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റും. 23 11/5 നമുക്ക് ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 23 × 15. ഓക്കെ, 23 × 15 എന്ന് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എത്ര കിട്ടും? 23 × 15 15, 1, 10, 11, 3, അതുപോലെ തന്നെ 2, 5, 4, 3, 3, 4, 5 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 3, 4, 5 പ്ലസ് 11 ദാറ്റ് മീൻസ് 3, 5, 6 ഡിവൈഡഡ് ബൈ ഈ ഒരു 15 കൊടുക്കുക. L is equal to 24N. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 356 ഡിവൈഡഡ് ബൈ 15 is equal to 24N എന്നാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഒരു L, അതായത് ലോസിംഗ് ഹവറിന്റെ 1 ഹവർ എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് എന്ത് ചെയ്യുക? ജസ്റ്റ് റൈറ്റിലോട്ട് കൊണ്ടുപോവാം. അപ്പോൾ 1L എന്ന് പറയുമ്പോൾ L തന്നെയാണ്. L is equal to 24N ഡിവൈഡഡ് ബൈ 356 ഡിവൈഡഡ് ബൈ 15. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ജസ്റ്റ് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഒരു കേസ് വരും. അങ്ങനെയാണെങ്കിൽ L is equal to 24N into 15 divided by 356. അപ്പൊ ഇതാണ് 1 ലോസിംഗ് ഹവറിന് തുല്യമായിട്ടുള്ള നോർമൽ ഹവർ. നമുക്ക് എത്ര ലോസിംഗ് ഹവർ കണ്ടെത്തണം? 89 ലോസിംഗ് ഹവർ. അതിന് തുല്യമായിട്ടുള്ള നോർമൽ ഹവർ കണ്ടെത്തണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇത് 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ 89 കണ്ടെത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം? 89 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 89 ലോസിംഗ് ഹവർ ഈസ് ഈക്വൽ ടു 24N into 15 divided by 356 into 89. 89ഉം അതുപോലെ തന്നെ 356ഉം കൂടി എന്ത് ചെയ്യും? ഇവിടെ കട്ടായിട്ട് പോകും. അപ്പോൾ ഓൾമോസ്റ്റ് 4 വന്നു. 4ഉം അതുപോലെ തന്നെ 24ഉം കട്ടാവും. 6 വരും. 6 into 15 എന്ന് പറയുമ്പോൾ 90N എന്ന് കിട്ടും. അപ്പോ 89 ലോസിംഗ് ഹവറിന് തുല്യമാണ് എത്ര? 90 നോർമൽ ഹവർ. ഓക്കെ ആണല്ലോ. 89, അതായത് നോർമൽ ക്ലോക്കിൽ ഏകദേശം 90 മണിക്കൂർ കവർ ചെയ്യുന്ന സമയത്ത് ലോസിംഗ് ക്ലോക്കിൽ എത്ര മണിക്കൂറേ കവർ ആവുള്ളൂ? 89 മണിക്കൂറെ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ 89 മണിക്കൂർ ആവുമ്പോൾ 10 മണിയാണ്. അങ്ങനെയാണെങ്കിൽ 90 മണിക്കൂർ ആവുമ്പോൾ എത്രയാവും? 10 മണിയിലേക്ക് ഒരു ഹവർ കൂട്ടുക. ദാറ്റ് മീൻസ് 11 മണിയായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 11 PM. ഓക്കെ, വളരെ ഈസിയാണ്, ബട്ട് ഭയങ്കര കൺഫ്യൂസിംഗും ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ വരാറുള്ളത്. ഒന്ന് ഗെയിനിങ് ആണ്, രണ്ടാമത്തെ ലോസിംഗ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോസിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം 24 മണിക്കൂറിൽ 16 മിനിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ക്ലോക്ക് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എന്ത് ചെയ്യുന്നത്? നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ നടക്കുന്നത്. അതായത് ഇപ്പുറത്തെ നോർമൽ ക്ലോക്കിന്റെ 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ ഒരു ലോസിംഗ് ക്ലോക്ക് എന്തായിരിക്കും? തീർച്ചയായിട്ടും ആ ഒരു സമയം കൊണ്ട് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കവർ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്? 24 മണിക്കൂറിനെക്കാളും ലെസ് ആയിരിക്കും. കറക്റ്റ് ആക്കി പറയുകയാണെങ്കിൽ 23 മണിക്കൂറും 44 മിനിറ്റും മാത്രമാണ്. ആ ഒരു കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് among the following will continue the same series as established by the given figure? താഴെ തന്നിരിക്കുന്ന ആ ഫിഗറിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ ഒരു സെയിം റിലേഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ മാർക്കിന്റെ പകരം ഏതായിരിക്കും ടേം എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കാം, ഈ ഒരു ഫിഗറിൽ നിന്നാണ് ഈ ഒരു ഫിഗർ വന്നത്. എങ്ങനെ? ഈ ഒരു സംഭവമാണല്ലോ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആ ഒരു ഫിഗർ തീർച്ചയായിട്ടും ഫസ്റ്റ് ഫിഗറിൽ എന്താണ്? ഇൻവോൾവ് ആണ്. പക്ഷെ ടോട്ടലി അങ്ങനെയല്ല, കുറെ ഭാഗങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് വരുന്നത്. പക്ഷെ കറക്റ്റ് എംബഡഡ് ആണ്. അതായത് റൊട്ടേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ എന്ത് ചെയ്തിട്ടില്ല? നടത്തിയിട്ടില്ല. ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
ഒന്ന് ഈ ഒരു ഓപ്ഷൻ വെക്കാം അല്ലെ. ഈ ഒരു സംഭവം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫിഗർ കിട്ടാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് കിട്ടാൻ ഇവിടെ നമുക്ക് കിട്ടാൻ പറ്റില്ല, കാരണം ഇവിടെ ചെറിയ റൊട്ടേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് കഴിയില്ല, ഇവിടെയും അതെന്ത് ചെയ്യില്ല, കഴിയൂല. ഓക്കെ, ഇനി ഓപ്ഷൻ 2 ആവോ? ഓപ്ഷൻ 2 തീർച്ചയായിട്ടും ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു സെയിം ഫിഗർ അല്ല വന്നിട്ടുള്ളത്, അതിൽ കുറച്ച് അഡീഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ടാമത്തേലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. സെയിം ഫിഗർ അല്ല വന്നിട്ടുള്ളത്. ആ ഒരു കേസിൽ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ 2 നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ലോജിക്കലായിട്ട് നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റിയ ഓപ്ഷൻ 4 മാത്രമായിരിക്കും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദി ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് അറേഞ്ച്ഡ് ഇൻ ദി ഡിക്ഷണറി ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ്. ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്യുന്ന പോലെ ഫസ്റ്റ് ഏതാണ് ലാസ്റ്റ് ഏതാണെന്നുള്ളതൊക്കെയാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ നോക്കാം, ഫസ്റ്റ് എല്ലാ ലെറ്ററും എ ആണ് എക്സെപ്റ്റ് ബി. ബിയിൽ മാത്രം ആർ കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും ഏറ്റവും ലാസ്റ്റ് ലെറ്റർ ഏതായിരിക്കും. അറേഞ്ച്മെന്റിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ബി തന്നെ ആയിരിക്കും. കാരണം ബിന്റെ ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആർ കൊണ്ടാണ്, ബാക്കിയൊക്കെ എ കൊണ്ടാണ്. അപ്പൊ ഒന്നിക്കെ ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ ആൻസർ, അല്ലെങ്കിൽ ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ ആൻസർ അല്ലെ. കാരണം ഇതിൽ രണ്ടിലും മാത്രമാണ് ലാസ്റ്റ് എന്ത് വരുന്നത്, ബി വരുന്നത്. അപ്പൊ എയും അതുപോലെ തന്നെ ഡിയും നമ്മുടെ ആൻസർ ആവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. ഇനി ഫസ്റ്റത്തെ ലെറ്റർ സി ആണ്, നമുക്ക് ഓൾറെഡി അറിയാം, കാരണം രണ്ട് ഓപ്ഷനിലും സി തന്നെയാണ്. അടുത്തത് എ ആണ്, നമുക്കറിയാം. മൂന്നാമത്തെ വേർഡ് ഏതായിരിക്കും എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആൻസർ. നമ്മൾ ഫുൾ ആയിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. കുറെ ലോജിക്കലായിട്ട് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് രണ്ടും ഒഴിവാക്കി രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ഓപ്ഷനിൽ എവിടെയാണ് ഡിഫറൻസ് വരുന്നത്? ഇപ്പൊ മൂന്നാമത്തെ ടേം നോക്കുമ്പോൾ ഒന്നിൽ ഡി ആണ്, ഒന്നിൽ ഇ ആണ്. അവിടെ തീർച്ചയായിട്ടും ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കറക്റ്റ് ആൻസർ ഏതാണെന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഡി ആണോ ഇ ആണോ ഫസ്റ്റ് വരിക എന്നുള്ളത് ജസ്റ്റ് നോക്കിയാൽ മതി. ഡിയും അതുപോലെ തന്നെ ഇയും. എ എൻ, ഓക്കെ, എ എൻ രണ്ടിലും എ എൻ തന്നെയാണ്. പിന്നെ എം ആണ് വരുന്നത്, എമ്മും അതുപോലെ തന്നെ ഡിയും. എമ്മും ഡിയും വരുന്ന സമയത്ത് ആദ്യം ആരാ വരിക, തീർച്ചയായിട്ടും ഡി ആണ് വരിക. ദാറ്റ് മീൻസ് ഇ ആണ് ഫസ്റ്റ് വരിക. ഇ ഫസ്റ്റ് വരുന്ന രീതിയിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ് അല്ലെ. അതായത് സി എ ഇ ആണ്. ഇവിടെ സി എ ഡി ആണ്. ഡി ഒരിക്കലും വരില്ല, കാരണം ഡിയിൽ മൂന്നാമത്തെ ലെറ്റർ എം ആണ്. അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ എന്ത് വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആയിരിക്കും. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ ഒരു ഡയറക്ഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർട്ടിംഗ് ഫ്രം ദി പോയിന്റ് പി. പി എന്ന് പറയുന്ന ഒരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സുനിൽ വാക്ക്ഡ് 30 മീറ്റർ ടുവേർഡ് സൗത്ത്. സൗത്തിലോട്ടൊരു 30 മീറ്റർ നടക്കണം. ഓക്കെ, നെക്സ്റ്റ് ഹി ടേൺ ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് വാക്ക് 40 മീറ്റർ. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് അദ്ദേഹം ലെഫ്റ്റ് പറയുമ്പോൾ ഇങ്ങോട്ടേക്കല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ലെഫ്റ്റിലോട്ട് ഒരു 40 മീറ്റർ അദ്ദേഹം നടക്കാണ്. ഓക്കെ, എത്ര വലുപ്പമാണല്ലേ, ഇവിടെ കിടക്കട്ടെ. 40 മീറ്റർ അദ്ദേഹം നടക്കാണ്. Then again he turned to his left and walked 30 meter. അപ്പൊ ഇവിടെ നിന്ന് വീണ്ടും അദ്ദേഹം ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് എത്രയാണ്, അപ്പൊ ഇതിന് നേരെ ആയിരിക്കും 30 മീറ്റർ എന്ന് പറയുമ്പോൾ അല്ലെ. ഇതിന്റെ നേരെ ആയിരിക്കും 30 മീറ്റർ. ടേണിംഗ് ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് walks 15 മീറ്റർ. വീണ്ടും ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് ഒരു 15 മീറ്റർ നടക്കാണ്. ഓക്കെ, 15 മീറ്റർ നടന്നു. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അദ്ദേഹം എത്ര ദൂരെയാണ്? സുനിൽ ഇപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്ര ദൂരെയാണ്? നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത് എത്രയായിരിക്കും, 15 ആയിരിക്കും. ഈ ഒരു ടോട്ടൽ ലെങ്ത് 40 ആണ്. അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് എത്രയായിരിക്കും, 25 ആയിരിക്കും. ദാറ്റ് മീൻസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡിങ് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 25 മീറ്റർ ആണ്. ഈസി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മോഹൻ ഈസ് 14th ഫ്രം ദി ലെഫ്റ്റ് എൻഡ്. ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, റാങ്കിങ് ആൻഡ് ഓർഡർ. മോഹൻ ഈസ് 14th ഫ്രം ദി ലെഫ്റ്റ്. ലെഫ്റ്റിൽ നിന്ന് മോഹന്റെ റാങ്ക് 14 ആണ്. റൈറ്റിൽ നിന്നുള്ള റാങ്ക് ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നുണ്ടാവുക. റൈറ്റിൽ നിന്ന് റാങ്ക് ആണ് ചോദിക്കുന്നത്. ഇൻ എ റോ ഓഫ് 40 ബോയ്സ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആളുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് റൈറ്റ് ഹാൻഡ് ആണ്. അപ്പൊ റൈറ്റ് ഹാൻഡ് എനിക്കറിയില്ല, ഞാൻ എക്സ് എന്ന് കൊടുക്കാണ്. -1 ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ആളുകൾ എത്രയാണ്, 40 ആണ്. 14 - 1 എന്ന് പറയുമ്പോൾ 13 ആണ്. 13 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 40. എക്സ് ഇസ് ഈക്വൽ ടു 40 - 13. ദാറ്റ് മീൻസ് 27 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്റ്റഡി ദ ഫോളോയിങ് അറേഞ്ച്മെന്റ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. തന്നിരിക്കുന്ന ആ ഒരു അറേഞ്ച്മെന്റ് കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കുക. ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹൗ മെനി സച്ച് നമ്പേഴ്സ്. അപ്പൊ നമ്പേഴ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു നമ്പർ ആണ് അല്ലെ. ഇവിടെ 4 ഒരു നമ്പർ ആണ്. അതുപോലെ തന്നെ 7 ഒരു നമ്പർ ആണ്. 6 ഒരു നമ്പർ ആണ്. ഓക്കെ, നെക്സ്റ്റ് 3 ഒരു നമ്പർ ആണ്. 4 ഒരു നമ്പർ ആണ്. അപ്പൊ നമ്പേഴ്സിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. നമ്പേഴ്സ് ആർ ദർ ഇൻ ദ എബോവ് സീക്വൻസ്, ഈച്ച് ഓഫ് വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി പ്രസീഡഡ് ബൈ എ കോൺസണന്റ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ വവൽ. അതായത് ഇവിടെ ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിച്ചോ. ആ നമ്പറിന്റെ തൊട്ട് മുമ്പായിട്ട് ഇമ്മീഡിയറ്റ്ലി പ്രസീഡഡ് ആയിട്ട് ആര് വരണം, കോൺസണന്റ് വരണം. എന്താണ് കോൺസണന്റ്. അതുപോലെ തന്നെ തൊട്ട് ശേഷമായിട്ട് ആര് വരണം,
വവൽ വരണം. ഇങ്ങനെയുള്ള എത്ര ടേംസ് ഉണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഇപ്പൊ നമ്പേഴ്സ് ഫസ്റ്റത്തെ നമ്പർ ഞാൻ നോക്കി, അതിനുശേഷം എന്തല്ല ഒരു വവലല്ല, നമുക്കിത് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവിടെ 4 നോക്കി, അതിന് ശേഷം വവലാണോ? തീർച്ചയായിട്ടും അല്ല, കൺസിഡർ ചെയ്യാൻ പറ്റില്ല. 7ന്റെ ശേഷം ഒരു നമ്പറാ വരുന്നത്, അത് തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. 6ന്റെ ശേഷം ഇസഡ് ആണ്, ഇസഡ് എന്തല്ല ഒരു വവലല്ല, അതും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. 3ന്റെ ശേഷം എച്ച് ആ വരുന്നത്, അതും വവലല്ല, നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് 4ന്റെ ശേഷം വരുന്നതും ഒരു വവലല്ല. ദാറ്റ് മീൻസ് ഒറ്റൊരു ടേമും ഈ ഒരു പറഞ്ഞ കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ദാറ്റ് മീൻസ് ഓപ്ഷൻ 1 0 എന്നുള്ളതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഇ ഈസ് ഈക്വൽ ടു 5 പെൻ ഈസ് ഈക്വൽ ടു 35, അങ്ങനെയാണെങ്കിൽ പേജിന്റെ വാല്യൂ എത്രയാന്നുള്ളതാണ്. ഇപ്പൊ ഇന്റെ ന്യൂമറിക്കൽ വാല്യൂ ആണല്ലേ ജസ്റ്റ് 5. ഇവിടെ പെന്നെ എങ്ങനെ 35 വന്ന് ജസ്റ്റ് നോക്കാം. പിന്റെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ്? 16 ആണ്. പൊസിഷൻ വാല്യൂ ഇന്റെ എത്രയാണ്? 5 ആണ്. എന്നിന്റെ 14 ആണ്. ഇപ്പോൾ 16 + 14 30, 30 + 5 35. അങ്ങനെയാണെങ്കിൽ പേജിന്റെ നമുക്ക് നോക്കാം. PAGE. ഇവിടെ 16 വന്നു, ഇവിടെ 1 വന്നു, ഇവിടെ 5 വന്നു, ഇവിടെ 7 വന്നു. 16 + 1 17 ആണ്. 17 + 7 24. 24 + 5 എന്ന് പറയുമ്പോൾ 29 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി 29 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻഡ് ദി മിസ്സിംഗ് ഫിഗർ ഫ്രം ദി ഗിവൺ ഓപ്ഷൻ. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് മിസ്സിംഗ് ഫിഗർ ഏതാണെന്നുള്ളത് ജസ്റ്റ് കണ്ടെത്താം. ഒരു സീരീസ് ആണ്, ഏതാണ്? ഒരു നോൺ വെർബൽ സീരീസ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ മാത്രമാണ് ഡോട്ടഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടേക്ക് പോകുമ്പോൾ അത് 2 ഫിഗർ ഡോട്ടഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആൻസറിൽ തീർച്ചയായിട്ടും 3 ഫിഗർ ഡോട്ടഡ് ആയിട്ടുണ്ടാവും. ആ 3 ഫിഗർ ഡോട്ടഡ് ആയിട്ട് നോക്കുമ്പോൾ ഒന്നിക്ക് ഓപ്ഷൻ 1 ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ 4 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി അതിന്റെ പൊസിഷൻ നോക്കാം. ഒന്ന് ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ വന്നു. ഇനി അടുത്തത് ഈ രീതിയിലാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ 1ഉം 4ഉം അതേ രീതിയിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എപ്പോഴും കാണിക്കുന്നത് മുകളിലേക്കാണില്ല, മുകളിലാണ് ഷെയ്ഡഡ് റീജിയൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ അൺഷെയ്ഡഡ് താഴെയാണ് കാണിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 4 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി റോങ് ടേം ഓഫ് ദി സീരീസ്. താഴെ തന്നിരിക്കുന്ന സീരീസിലെ റോങ് ടേം ആണ് ചോദിക്കുന്നത്. അപ്പൊ നോക്കാം. 6400 അതിന്റെ പകുതിയാണ് എന്ത് ചെയ്യുന്നത്, 3200 വരുന്നത്. 3200ന്റെ പകുതിയാണ് 1600. 1600ന്റെ പകുതി 800 ആണ് വരേണ്ടത്, പക്ഷെ ഇവിടെ 600 ആണ് വന്നിട്ടുള്ളത് അല്ലെ. 800 ആണ് വരേണ്ടത്. 800ന്റെ പകുതി 400, 400ന്റെ പകുതി 200, 200ന്റെ പകുതി 100, അതിന്റെ പകുതി 50. അപ്പൊ ഇവിടെ 800 വന്നാൽ കറക്റ്റ് ആയിരുന്നു സീരീസ്, പക്ഷെ ഇവിടെ 800 അല്ല, ഇവിടെ 600 ആണ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് 600 ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, റോങ് ടേം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഇൻ 1, 4, 10, 22, 46. അടുത്ത ടേം ഏതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, 1, 4, 10, 22, 46. എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടോ, എങ്ങനെയാണ് റിലേഷൻ വന്നിട്ടുള്ളതെന്ന്? ഓക്കെ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നോക്കിക്കോ. 1 × 2 + 2 = 4. നെക്സ്റ്റ് 4 × 2 8 ആണ്. 8 + 2 = 10. നെക്സ്റ്റ് 10 × 2 20 ആണ്. 20 + 2 = 22. നെക്സ്റ്റ് 22 × 2 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 44 ആണ്. 44 + 2 എന്ന് പറയുമ്പോൾ 46. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? 46 × 2 + 2. 46 × 2 എന്ന് പറയുമ്പോൾ 86ഉം 92ഉം + 2 എന്ന് പറയുമ്പോൾ 94 ആയിട്ട് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരും. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഒരു ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻ എന്ന് പറയാൻ ആ ഒരു ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആക്കാം. ബാക്കിയുള്ളതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അടുത്തൊരു സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.